ലണ്ടൻ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തേംസ് നദിയുടെ കരയിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു പുരാതന കോട്ടയുണ്ട്, ടവർ ഓഫ് ലണ്ടൻ. നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന കൽക്കെട്ടുകൾക്കുള്ളിൽ അതിശക്തമായ സുരക്ഷാവലയത്തിൽ ബ്രിട്ടീഷ് രാജവംശത്തിന്റെ കിരീടവും ചെങ്കോലും മറ്റ് അമൂല്യരത്നങ്ങളും സൂക്ഷിച്ചിരിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമെത്തുന്ന സന്ദർശകർക്ക് മുന്നിൽ ആ മണിമാളികയുടെ പ്രൗഢി വിളിച്ചോതുന്ന ആഭരണങ്ങൾ. എന്നാൽ ആ കിരീടങ്ങളിൽ പതിച്ച ആയിരക്കണക്കിന് രത്നങ്ങൾക്കിടയിൽ കാഴ്ചക്കാരുടെ കണ്ണുകളെ ഒരു കാന്തം പോലെ വലിച്ചടിപ്പിക്കുന്ന ഒരു വജ്രമുണ്ട്. ഒറ്റനോട്ടത്തിൽ ഒരു സാധാരണ സ്ഫടികക്കഷ്ണം പോലെ തോന്നാമെങ്കിലും അതിന്റെ ചരിത്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ലോകം ഇന്നുവരെ കണ്ട ഏറ്റവും രക്തരൂഷിതമായ കഥകളിലൊന്ന് നമുക്ക് മുന്നിൽ തെളിഞ്ഞുവരും. അതാണ് കോഹിനൂർ, പ്രകാശത്തിന്റെ പർവ്വതം. ഇന്ന് ബ്രിട്ടീഷ് രാജ്ഞിയുടെ കിരീടത്തിൽ എലിസബത്ത് രാജ്ഞിയുടെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചിരിക്കുന്ന ആ വജ്രം കേവലം ഒരു അലങ്കാരവസ്തുവല്ല, ഒരു സാമ്രാജ്യത്തിന്റെ പ്രതീകമാണ്, അധികാരത്തിന്റെ അടയാളമാണ്. ഒപ്പം നൂറ്റാണ്ടുകളായി തുടരുന്ന ഒരു ശാപത്തിന്റെ കഥ കൂടിയാണ് അത് പേറുന്നത്. കോഹിനൂർ കൈവശം വെച്ച പുരുഷന്മാരായ ഭരണാധികാരികൾക്കെല്ലാം അധികാരം നഷ്ടപ്പെടുകയോ ദുർമരണം സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന ഒരു വിശ്വാസം അതിന്റെ ചരിത്രത്തോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. അതുകൊണ്ടുതന്നെയാവാം ബ്രിട്ടീഷ് രാജവംശത്തിലെ പുരുഷന്മാരാരും കോഹിനൂർ പതിച്ച കിരീടമണിയാത്തത്. രാജ്ഞിമാർക്കു മാത്രം അവകാശപ്പെട്ട ഒന്നായി അത് മാറി. പക്ഷേ എങ്ങനെയാണ് ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് ഒരുപക്ഷേ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഈ വജ്രം ലണ്ടനിലെത്തിയത്? അതിന്റെ യാത്ര തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ആ യാത്രയുടെ വഴികളിൽ ആരൊക്കെയാണ് ഇരകളായത്? ആരുടെയൊക്കെ കണ്ണീരും ശാപവുമാണ് ആ തിളക്കത്തിന് പിന്നിൽ മറഞ്ഞിരിക്കുന്നത്? നമുക്കാ കഥയുടെ ചുരുളഴിക്കാം. കോഹിനൂറിന്റെ യഥാർത്ഥ ഉറവിടം ഇപ്പോഴും ചരിത്രകാരന്മാർക്കിടയിൽ ഒരു തർക്കവിഷയമാണ്. കൃത്യമായ രേഖകളുടെ അഭാവം പല ഐതിഹ്യങ്ങൾക്കും കഥകൾക്കും ജന്മം നൽകി. അത്തരത്തിലൊരു കഥ നമ്മെ കൊണ്ടെത്തിക്കുന്നത് 5000 വർഷങ്ങൾക്കപ്പുറം ഹൈന്ദവ പുരാണങ്ങളിലേക്കാണ്. ഭഗവാൻ കൃഷ്ണന്റെ കാലത്ത് സ്യമന്തകം എന്ന പേരിൽ ഒരു അമൂല്യ രത്നമുണ്ടായിരുന്നു. സൂര്യദേവൻ സത്രജിത്ത് എന്ന യാദവ രാജാവിന് സമ്മാനിച്ചതാണ് ഈ രത്നം. ദിവസവും 8 ഭാരം സ്വർണം നൽകാൻ കഴിവുള്ള അത്ഭുത ശക്തിയുള്ള രത്നമായിരുന്നു സ്യമന്തകം. ഈ രത്നം കൈവശം വയ്ക്കുന്ന ദേശത്ത് ഒരു ദുരന്തവും സംഭവിക്കില്ലെന്നും വിശ്വാസമുണ്ടായിരുന്നു. ഒരിക്കൽ സത്രജിത്തിന്റെ സഹോദരൻ പ്രസേനൻ ഈ രത്നവും അണിഞ്ഞ് കാട്ടിൽ വേട്ടയ്ക്കു പോയപ്പോൾ ഒരു സിംഹം അദ്ദേഹത്തെ കൊന്ന് രത്നം കൈക്കലാക്കി. പിന്നീട് ആ സിംഹത്തെ കൊന്ന് ജാംബവാൻ എന്ന കരടികളുടെ രാജാവ് സ്യമന്തകം സ്വന്തമാക്കി. പ്രസേനനെ കൊന്നത് കൃഷ്ണനാണെന്ന അപവാദമുയർന്നപ്പോൾ സത്യം തെളിയിക്കാനായി കൃഷ്ണൻ ജാംബവാന്റെ ഗുഹയിലെത്തി. 28 ദിവസം നീണ്ട ഘോരയുദ്ധത്തിനൊടുവിൽ ജാംബവാനെ പരാജയപ്പെടുത്തി സ്യമന്തകം വീണ്ടെടുത്തുവെന്നാണ് കഥ. ഈ സ്യമന്തകമാണ് പിന്നീട് കോഹിനൂറായി മാറിയതെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. എന്നാൽ ഇതിന് ചരിത്രപരമായ ഒരു തെളിവും ലഭ്യമല്ല. കോഹിനൂറിനെക്കുറിച്ചുള്ള ആദ്യത്തെ ചരിത്രപരമായ രേഖകൾ നമുക്ക് ലഭിക്കുന്നത് 13ാം നൂറ്റാണ്ടിലാണ്. ഇന്നത്തെ ആന്ധ്രാപ്രദേശിലെ ഗോൾക്കൊണ്ട ഖനികളിൽ നിന്നാണ് ഈ വജ്രം ഖനനം ചെയ്തെടുത്തതെന്ന് കരുതപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പല വജ്രങ്ങളുടെയും ഉറവിടം ഈ ഗോൾക്കൊണ്ട ഖനികളായിരുന്നു. അക്കാലത്ത് കാക്കതീയ രാജവംശത്തിന്റെ ഭരണത്തിന് കീഴിലായിരുന്നു ഈ പ്രദേശം. അന്ന് കണ്ടെത്തുമ്പോൾ ഇന്ന് കാണുന്ന രൂപത്തിലായിരുന്നില്ല കോഹിനൂർ. 793 കാരറ്റോളം ഭാരമുണ്ടായിരുന്ന വെട്ടിത്തുളങ്ങാത്ത ഒരു സാധാരണ കല്ലുപോലെ തോന്നിയ ഒന്നായിരുന്നു അത്. അന്നതിന്റെ പേര് കോഹിനൂർ എന്നായിരുന്നില്ല. കാക്കതീയ രാജാക്കന്മാർ തങ്ങളുടെ കുലദൈവമായ ഭദ്രകാളി ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ ഒരു കണ്ണായി ഈ വജ്രം സ്ഥാപിച്ചു. ദീർഘനാളുകളോളം ആ ഭദ്രകാളിയുടെ തൃക്കണ്ണായി ആ വജ്രം അവിടെയിരുന്നു, പുറംലോകത്തിന് അജ്ഞാതമായി. എന്നാൽ ആ കാലഘട്ടം ഇന്ത്യയുടെ ചരിത്രത്തിലെ വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. വടക്കേ ഇന്ത്യയിൽ ഡൽഹി സുൽത്താൻമാരുടെ ഭരണം ശക്തി പ്രാപിച്ചുവരുന്നു. ധനമോഹികളായ അവരുടെ കണ്ണുകൾ ദക്ഷിണേന്ത്യയിലെ സമ്പന്നമായ രാജ്യങ്ങളിലേക്ക് തിരിഞ്ഞു. 1310-ൽ ഡൽഹി സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജിയുടെ സൈന്യാധിപനായ മാലിക് കഫൂർ ഒരു വലിയ സൈന്യവുമായി ദക്ഷിണേന്ത്യയിലേക്ക് പടയോട്ടമാരംഭിച്ചു. ദേവഗിരിയും ഹോയ്സാലയും പിന്നിട്ട് ആ സൈന്യം കാകതീയ രാജ്യമായ വാറങ്കലിലെത്തി. അതിശക്തമായ ചെറുത്തുനിൽപ്പിനൊടുവിൽ കാകതീയ രാജാവ് പ്രതാപരുദ്രൻ പരാജയം സമ്മതിച്ചു. കീഴടങ്കലിന്റെ ഭാഗമായി രാജ്യത്തെ മുഴുവൻ സമ്പത്തും മാലിക് കഫൂറിനു മുന്നിൽ സമർപ്പിക്കാൻ അദ്ദേഹം നിർബന്ധിതനായി. ആ കൊള്ളയടിക്കപ്പെട്ട സ്വത്തുകൂമ്പാരത്തിനിടയിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് പറിച്ചെടുത്ത ആ അമൂല്യമായ വജ്രവുമുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായി കോഹിനൂർ അതിന്റെ ജന്മനാട്ടിൽ നിന്ന് അധികാരത്തിന്റെ കൈമാറ്റത്തിലൂടെ മറ്റൊരു സാമ്രാജ്യത്തിലേക്ക് യാത്ര തുടങ്ങി. ഖിൽജിയുടെ കൈകളിലൂടെ അത് ഡൽഹിയിലെത്തി. പിന്നീട് വന്ന തുഗ്ലക്, സയ്യദ്, ലോധി രാജവംശങ്ങളിലൂടെ കൈമാറി അത് ഡൽഹി സുൽത്താനേറ്റിന്റെ ഖജനാവിൽ തുടർന്നു. ഓരോ ഭരണാധികാരിയും ആ കല്ലിന്റെ മൂല്യം തിരിച്ചറിഞ്ഞു.
പക്ഷേ അതിന്റെ യഥാർത്ഥ പ്രഭയോ ചരിത്രമോ ആരും പൂർണ്ണമായി മനസ്സിലാക്കിയിരുന്നില്ല. അത് ഡൽഹിയിലെ സുൽത്താൻമാരുടെ അധികാരചിഹ്നങ്ങളിൽ ഒന്നായി മാറി. എന്നാൽ ചരിത്രം കോഹിനൂരിനായി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. ഡൽഹിയുടെ ആകാശത്ത് പുതിയൊരു ശക്തി ഉദയം ചെയ്യുകയായിരുന്നു. മധ്യേഷ്യയിൽ നിന്നു വന്ന ഒരു പുതിയ പടയോട്ടക്കാരൻ ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറയിടാൻ തയ്യാറെടുക്കുകയായിരുന്നു. ആ വരവോടെ കോഹിനൂരിന്റെ ചരിത്രത്തിലെ അടുത്ത അധ്യായം ആരംഭിക്കുകയായിരുന്നു. 1526-ൽ ചരിത്രപ്രസിദ്ധമായ പാനിപ്പത്ത് യുദ്ധക്കളത്തിൽ വെച്ച് ഡൽഹിയിലെ അവസാനത്തെ സുൽത്താനായ ഇബ്രാഹിം ലോധിയും മധ്യേഷ്യയിൽ നിന്നെത്തിയ സഹീറുദ്ദീൻ മുഹമ്മദ് ബാബർ ഏറ്റുമുട്ടി. പീരങ്കികളുടെയും വെടിമരുന്നിന്റെയും അകമ്പടിയോടെ വന്ന ബാബറുടെ സൈന്യത്തിനു മുന്നിൽ ലോധിക്ക് പിടിച്ചു നിൽക്കാനായില്ല. ആ യുദ്ധത്തിൽ ഇബ്രാഹിം ലോധി കൊല്ലപ്പെട്ടു. അതോടൊപ്പം ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണത്തിന് തിരശ്ശീല വീണു. ഇന്ത്യയിൽ പുതിയൊരു സാമ്രാജ്യത്തിന്, മുഗൾ സാമ്രാജ്യത്തിന് ബാബർ അടിത്തറയിട്ടു. യുദ്ധം ജയിച്ചതിനു ശേഷം ബാബർ തന്റെ മകനായ ഹുമയൂണിനെ ആഗ്ര പിടിച്ചടക്കാനായി അയച്ചു. ആഗ്ര കോട്ട വളഞ്ഞ ഹുമയൂൺ അവിടെ അഭയം തേടിയിരുന്ന ഗ്വാളിയോർ രാജാവിന്റെ കുടുംബത്തെ തടവിലാക്കി. പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിക്കൊപ്പം നിന്ന് പോരാടി മരിച്ച രാജാവായിരുന്നു അദ്ദേഹം. ജീവൻ രക്ഷിക്കണമെന്ന അപേക്ഷിച്ച രാജകുടുംബം തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന അമൂല്യമായ രത്നങ്ങളും സ്വർണവും ഹുമയൂണിനു മുന്നിൽ കാഴ്ചവച്ചു. ആ കൂമ്പാരത്തിനിടയിൽ അന്നുവരെ ലോകം കണ്ടിട്ടില്ലാത്തത്ര വലിപ്പമുള്ള ഒരു വജ്രം ഹുമയൂണിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് മറ്റൊന്നുമായിരുന്നില്ല, ഡൽഹി സുൽത്താൻമാരുടെ ഖജനാവിലുണ്ടായിരുന്ന നൂറ്റാണ്ടുകൾക്ക് മുൻപ് മാലിക് കഫൂർ വാറങ്കലിൽ നിന്ന് കൊള്ളയടിച്ച അതേ വജ്രമായിരുന്നു. ഹുമയൂൺ ആ വജ്രവുമായി പിതാവായ ബാബറിന്റെ അടുക്കൽ ചെന്നു. അതിന്റെ വലിപ്പവും തിളക്കവും കണ്ട് അത്ഭുതപ്പെട്ട ബാബർ തന്റെ ഓർമ്മക്കുറിപ്പായ ബാബർനാമയിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തി. അദ്ദേഹം എഴുതി, ഈ വജ്രത്തിന്റെ വില കണക്കാക്കിയാൽ ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും 2.5 ദിവസത്തെ ഭക്ഷണം നൽകാൻ ആവശ്യമായ പണം ലഭിക്കും. അത്രയ്ക്കും അമൂല്യമായിരുന്നു അത്. അങ്ങനെ കോഹിനൂർ, അല്ലെങ്കിൽ അന്നത്തെ പേരിടാത്ത ആ വജ്രം, മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകന്റെ കൈകളിലെത്തി. ബാബറുടെ മരണശേഷം ഹുമയൂൺ ചക്രവർത്തിയായി. എന്നാൽ അദ്ദേഹത്തിന്റെ ഭരണം അത്ര സുഖകരമായിരുന്നില്ല. ഷേർഷാ സൂരിയുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ട ഹുമയൂണിന് രാജ്യം നഷ്ടപ്പെട്ട് പലായനം ചെയ്യേണ്ടിവന്നു. വർഷങ്ങളോളം അലഞ്ഞുതിരിഞ്ഞ അദ്ദേഹം അഭയം തേടിയത് പേർഷ്യൻ രാജാവായ ഷാ തഹ്മസ്പിന്റെ അടുത്തായിരുന്നു. സൈനിക ശക്തി വീണ്ടെടുക്കാൻ സഹായം അഭ്യർത്ഥിച്ച ഹുമയൂൺ പ്രത്യുപകാരമായി കോഹിനൂർ വജ്രം ഷാ തഹ്മസ്പിന് വാഗ്ദാനം ചെയ്തു. എന്നാൽ ചില ചരിത്രകാരന്മാർ പറയുന്നത് ഷാ തഹ്മസ്പ് ആ വജ്രം സ്നേഹപൂർവ്വം നിരസിച്ച് ഹുമയൂണിന് തന്നെ തിരികെ നൽകിയെന്നാണ്. മറ്റു ചിലർ പറയുന്നത് ഹുമയൂൺ അത് നൽകിയെങ്കിലും പിന്നീട് പേർഷ്യൻ സഹായത്തോടെ ഡൽഹി തിരിച്ചുപിടിച്ചപ്പോൾ വജ്രവും വീണ്ടെടുത്തുവെന്നാണ്. എന്തായാലും ആ വലിയ പ്രതിസന്ധിഘട്ടത്തിലും ഹുമയൂൺ ആ വജ്രം കൈവിട്ടില്ല. ഹുമയൂണിനു ശേഷം വന്ന അക്ബർ ചക്രവർത്തി രത്നങ്ങളുടെ വലിയ ആരാധകനായിരുന്നുവെങ്കിലും എന്തുകൊണ്ടോ കോഹിനൂരിനോട് അദ്ദേഹത്തിന് വലിയ താൽപ്പര്യം തോന്നിയില്ല. അക്ബറിന്റെയോ അദ്ദേഹത്തിനു ശേഷം വന്ന ജഹാംഗീറിന്റെയോ ഭരണകാലത്ത് ഈ വജ്രം എവിടെയായിരുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായ രേഖകളില്ല. ഒരുപക്ഷേ അത് ഖജനാവിൽ മറ്റു രത്നങ്ങൾക്കൊപ്പം പൊടിപിടിച്ചു കിടന്നിരിക്കാം. എന്നാൽ മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിർമ്മാണപ്രേമിയും സൗന്ദര്യാരാധകരുമായ ഒരാളുടെ വരവോടെ കോഹിനൂരിന്റെ തലവിധി വീണ്ടും മാറിമറിയാൻ പോകുകയായിരുന്നു. ഷാജഹാൻ ചക്രവർത്തി. താജ്മഹൽ പണിത് പ്രണയത്തിന്റെ അനശ്വര സ്മാരകം തീർത്ത ഷാജഹാന് രത്നങ്ങളോടും ആഭരണങ്ങളോടും അടങ്ങാത്ത ഭ്രമമായിരുന്നു. തന്റെ സാമ്രാജ്യത്തിന്റെ പ്രൗഢിയും സമ്പത്തും ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സിംഹാസനം നിർമ്മിക്കാൻ അദ്ദേഹം ഉത്തരവിടുന്നത്. മയൂരസിംഹാസനം. സ്വർണത്തിൽ തീർത്ത് ആയിരക്കണക്കിന് മരതകങ്ങളും മാണിക്യങ്ങളും നീലക്കല്ലുകളും മുത്തുകളും കൊണ്ട് അലങ്കരിച്ച ആ സിംഹാസനം ഒരത്ഭുതമായിരുന്നു. അതിന്റെ മുകളിലായി വിടർത്തിപ്പിടിച്ച പീലികളുമായി നിൽക്കുന്ന 2 മയിലുകളുടെ രൂപമുണ്ടായിരുന്നു. ആ മയിലുകളിലൊന്നിന്റെ കണ്ണിലായിരുന്നു ഷാജഹാൻ കോഹിനൂർ സ്ഥാപിച്ചത്. കൂടെ തൈമൂർ ചക്രവർത്തിയുടെ പടയോട്ടകാലത്ത് ലഭിച്ച തൈമൂർ റൂബി എന്ന മറ്റൊരു അമൂല്യരത്നവും സിംഹാസനത്തിൽ ഇടം പിടിച്ചു. അക്കാലത്താണ് കോഹിനൂർ ആദ്യമായി മിനുക്കുപണികൾക്ക് വിധേയമാകുന്നത്. വെനീസിൽ നിന്നുള്ള ഹോർട്ടൻസിയോ ബോർഗിയോ എന്ന രത്നവ്യാപാരിയെയാണ് ഷാജഹാൻ ആ ജോലി ഏൽപ്പിച്ചത്. എന്നാൽ പരിചയക്കുറവ് കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ ബോർഗിയോയ്ക്ക് വലിയൊരു പിഴവ് പറ്റി. വജ്രം മുറിച്ചു മിനുക്കുന്നതിനിടയിൽ അതിന്റെ വലിയൊരു ഭാഗം
അടർന്നുപോയി. ഏകദേശം 793 കാരറ്റ് ഭാരമുണ്ടായിരുന്ന വജ്രം വെറും 186 കാരറ്റായി ചുരുങ്ങി. ഇതറിഞ്ഞ ഷാജഹാൻ കോപം കൊണ്ടു വിറച്ചു. ബോർഗിയോയെ വധശിക്ഷയ്ക്ക് വിധിക്കാതെ 10,000 രൂപ പിഴയീടാക്കി വെറുതെ വിട്ടത് ഭാഗ്യം കൊണ്ടു മാത്രമായിരുന്നു. എങ്കിലും ആ മുറിപ്പാടുകളോടെ അതിന്റെ യഥാർത്ഥ വലിപ്പത്തിന്റെ 4/1 ചുരുങ്ങി കോഹിനൂർ മയൂരസിംഹാസനത്തിലിരുന്ന് തിളങ്ങി. ഷാജഹാന് ശേഷം വന്ന ഔറംഗസേബിന്റെ കാലത്തും കോഹിനൂർ മയൂരസിംഹാസനത്തിൽ തന്നെ തുടർന്നു. എന്നാൽ ഔറംഗസേബിന്റെ മരണത്തോടെ മുഗൾ സാമ്രാജ്യത്തിന്റെ പ്രതാപം അസ്തമിച്ചു തുടങ്ങി. ദുർബലരായ ഭരണാധികാരികൾ അധികാരത്തിൽ വന്നു. ഖജനാവ് ശൂന്യമായി. ഈ തകർച്ചയുടെ വാർത്ത പേർഷ്യ വരെയെത്തി. അവിടെ മധ്യേഷ്യയുടെ നെപ്പോളിയൻ എന്നു സ്വയം വിശേഷിപ്പിച്ച ക്രൂരനായ നാദർഷാ എന്ന ഭരണാധികാരി അധികാരത്തിലേറിയിരുന്നു. മുഗൾ സാമ്രാജ്യത്തിന്റെ സമ്പത്ത് അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് ആകർഷിച്ചു. 1739 ഒരു കൊടുങ്കാറ്റ് പോലെ നാദിർഷായുടെ സൈന്യം ഡൽഹിയിലേക്ക് ഇരച്ചുകയറി. ദുർബലനായ മുഗൾ ചക്രവർത്തി മുഹമ്മദ് ഷാ റംഘിലേക്ക് ആ ആക്രമണത്തെ ചെറുക്കാൻ കഴിഞ്ഞില്ല. ഡൽഹി കീഴടക്കിയ നാദിർഷാ നഗരത്തിൽ ഒരു കൂട്ടക്കൊലയ്ക്കുത്തരവിട്ടു. ആയിരക്കണക്കിന് നിരപരാധികൾ വെട്ടിലീഴ്ത്തപ്പെട്ടു. ഡൽഹിയുടെ തെരുവുകൾ രക്തപ്പുഴയായി മാറി. അതിനുശേഷം മുഗൾ ഖജനാവിലെ സമ്പത്തു മുഴുവൻ കൊള്ളയടിക്കാൻ തുടങ്ങി. മയൂരസിംഹാസനമുൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ നാദിർഷാ പിടിച്ചെടുത്തു. എന്നാൽ എത്ര തിരഞ്ഞിട്ടും അദ്ദേഹത്തിന് ആ പ്രധാനപ്പെട്ട വജ്രം മാത്രം കണ്ടെത്താനായില്ല. മുഹമ്മദ് ഷാ ആ വജ്രം തന്റെ തലപ്പാവിനുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുകയായിരുന്നു. ഈ രഹസ്യം പുറത്താരും അറിഞ്ഞിരുന്നില്ല. എന്നാൽ അന്തഃപുരത്തിലെ ഒരു നർത്തകി ഈ വിവരം നാദിർഷായ്ക്ക് ചോർത്തി നൽകി. അതറിഞ്ഞ നാദിർഷാ ഒരു തന്ത്രം പ്രയോഗിച്ചു. അദ്ദേഹം മുഹമ്മദ് ഷായുമായി ഒരു സൗഹൃദസന്ധി പ്രഖ്യാപിച്ചു. എന്നിട്ട് പേർഷ്യൻ ആചാരപ്രകാരം നമുക്ക് പരസ്പരം തലപ്പാവുകൾ കൈമാറാമെന്ന് നിർദ്ദേശിച്ചു. നിസ്സഹായനായ മുഹമ്മദ് ഷായ്ക്ക് ആ നിർദ്ദേശം നിരസിക്കാൻ കഴിഞ്ഞില്ല. വിറയ്ക്കുന്ന കൈകളോടെ അദ്ദേഹം തന്റെ തലപ്പാവ് നാദിർഷായ്ക്ക് കൈമാറി. തലപ്പാവു കയ്യിൽ കിട്ടിയ നാദിർഷാ അത് അഴിച്ചു പരിശോധിച്ചു. അതിനുള്ളിൽ നിന്ന് ആ വലിയ വജ്രം നിലത്തേക്ക് വീണു. അതിന്റെ അസാധാരണമായ തിളക്കം കണ്ട് ഒരു നിമിഷം സ്തബ്ധനായി നിന്ന നാദിർഷായുടെ വായിൽ നിന്ന് അറിയാതെ ഒരു വാക്ക് പുറത്തുവന്നു: കുഹ്-ഇ-നൂർ. പേർഷ്യൻ ഭാഷയിൽ ആ വാക്കിന്റെ അർത്ഥം പ്രകാശത്തിന്റെ പർവ്വതം എന്നായിരുന്നു. അങ്ങനെ നൂറ്റാണ്ടുകളോളം പേരില്ലാതെ പല കൈകളിലൂടെ മറിഞ്ഞ ആ വജ്രത്തിന് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ പേര് ലഭിച്ചു: കോഹിനൂർ. അതോടൊപ്പം അതതിന്റെ ജന്മനാടായ ഇന്ത്യയിൽ നിന്ന് വീണ്ടും കടൽ കടന്ന് പേർഷ്യയിലേക്ക് യാത്രയായി. നാദിർഷാ കോഹിനൂറുമായി പേർഷ്യയിലേക്ക് മടങ്ങിപ്പോയി. മുഗൾ സാമ്രാജ്യത്തിന്റെ നൂറ്റാണ്ടുകളുടെ സമ്പാദ്യം മുഴുവൻ കൊള്ളയടിച്ച് ആ യാത്ര അദ്ദേഹത്തെ അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായ ഭരണാധികാരിയാക്കി മാറ്റി. കോഹിനൂർ അദ്ദേഹം തന്റെ കൈവളയിൽ പതിപ്പിച്ചണിഞ്ഞു നടന്നു. അതിന്റെ പ്രകാശത്തിൽ അദ്ദേഹം തന്റെ അധികാരം കണ്ടു. എന്നാൽ കോഹിനൂറിനെ പിന്തുടരുന്ന ശാപത്തിന്റെ നീഴൽ നാദിർഷായുടെ മേലും പതിയെ വീഴാൻ തുടങ്ങിയിരുന്നു. കോഹിനൂർ കൈവശം വച്ചതിനുശേഷം നാദിർഷായുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ വന്നു. അദ്ദേഹം കൂടുതൽ സംശയാലുവും ക്രൂരനുമായി. തന്റെ സാമ്രാജ്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും സൈന്യാധിപന്മാരെയും വരെ അദ്ദേഹം സംശയത്തോടെ വീക്ഷിച്ചു. സ്വന്തം മകൻ തന്നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നു എന്ന് സംശയിച്ച് അദ്ദേഹം മകന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കാൻ ഉത്തരവിട്ടു. പിന്നീട് ആ പ്രവൃത്തിയിൽ പശ്ചാത്തപിച്ച അദ്ദേഹം ആ ക്രൂരകൃത്യത്തിന് സാക്ഷികളായ മുഴുവൻ പ്രമുഖരെയും വധിച്ചു. അദ്ദേഹത്തിന്റെ ഭ്രാന്തമായ ചെയ്തികൾ പേർഷ്യൻ സാമ്രാജ്യത്തെ ആകെ ഭീതിയിലാഴ്ത്തി. കോഹിനൂർ കൈവശം വയ്ക്കുന്ന പുരുഷ ഭരണാധികാരികൾക്ക് അധികാരം നഷ്ടപ്പെടുകയോ ദുർഗതി സംഭവിക്കുകയോ ചെയ്യുമെന്ന പഴയ വിശ്വാസം ആളുകൾക്കിടയിൽ വീണ്ടും ചർച്ചയായി. ഒടുവിൽ 1747 നാദിർഷായുടെ ക്രൂരതയിൽ പൊറുത്തിമുട്ടി അദ്ദേഹത്തിന്റെ തന്നെ അംഗരക്ഷകരും സൈന്യാധിപന്മാരും ചേർന്ന് രാത്രിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന അദ്ദേഹത്തെ കൊലപ്പെടുത്തി. അധികാരത്തിന്റെ കൊടുമുടിയിൽ നിന്ന് ഭ്രാന്തിയുടെയും ക്രൂരതയുടെയും പടുകുഴിയിലേക്ക് വീണ് രക്തത്തിൽ കുളിച്ച് നാദിർഷാ എന്ന പനിശക്തി ഭരണാധികാരിയുടെ ജീവിതം അവസാനിച്ചു. നാദിർഷായുടെ കൊലപാതകത്തെ തുടർന്ന് സാമ്രാജ്യത്തിൽ വലിയൊരു അരാജകത്വമുടലെടുത്തു.
ഈ അവസരം മുതലെടുത്തത് നാദിർഷായുടെ ഏറ്റവും വിശ്വസ്തനായ സൈന്യാധിപനായിരുന്നു അഹമ്മദ് ഷാ അബ്ദാലി. നാദിർഷായുടെ കൊട്ടാരം കൊള്ളയടിക്കുന്നതിനിടയിൽ അഹമ്മദ് ഷാ അബ്ദാലി തന്റെ അഫ്ഗാൻ സൈനികരുമായി ചേർന്ന് രാജകീയ ഖജനാവു സംരക്ഷിച്ചു. അതിലുണ്ടായിരുന്ന കോഹിനൂർ വജ്രവും മയൂരസിംഹാസനത്തിന്റെ ഭാഗങ്ങളും മറ്റു അമൂല്യരത്നങ്ങളും അദ്ദേഹം കൈക്കലാക്കി. തുടർന്ന് അദ്ദേഹം പേർഷ്യ വിട്ട് തന്റെ ജന്മനാടായ അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങിപ്പോയി. അവിടെ അദ്ദേഹം ഒരു പുതിയ സാമ്രാജ്യം സ്ഥാപിച്ചു, ദുറാനി സാമ്രാജ്യം. കോഹിനൂർ അങ്ങനെ അതിന്റെ പുതിയ അവകാശിയുടെ കൈകളിലെത്തി. അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ പുതിയൊരു ചരിത്രത്തിന് തുടക്കം. നൂർ അദ്ദേഹത്തിന്റെ കിരീടത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമായി. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം ശാപത്തിന്റെ കഥ വീണ്ടും ആവർത്തിച്ചു. അദ്ദേഹത്തിന്റെ മകനായ തിമൂർ ഷാ അധികാരമേറ്റു. തിമൂർ ഷായ്ക്ക് 23 ആൺമക്കളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം സിംഹാസനത്തിനുവേണ്ടി ആ സഹോദരന്മാർ തമ്മിൽ രക്തരൂഷിതമായ ഒരു ആഭ്യന്തരയുദ്ധം ആരംഭിച്ചു. കോഹിനൂർ ആർക്ക് ലഭിക്കുന്നുവോ അയാൾക്കായിരിക്കും അധികാരമെന്നൊരു വിശ്വാസം അവർക്കിടയിൽ ശക്തമായിരുന്നു. തിമൂർ ഷായുടെ 5ാമത്തെ മകനായ സമാൻ ഷായാണ് അടുത്ത ഭരണാധികാരിയായത്. കോഹിനൂർ അദ്ദേഹത്തിന്റെ കൈവശമായി. എന്നാൽ അദ്ദേഹത്തിന്റെ സഹോദരന്മാർ, പ്രത്യേകിച്ച് മഹമ്മൂദ് ഷാ, അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തി. പലതവണ സിംഹാസനം പിടിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും സമാൻ ഷാ അതെല്ലാം അതിജീവിച്ചു. എന്നാൽ ഒടുവിൽ 1801 മഹമ്മൂദ് ഷാ സഹോദരനായ സമാൻ ഷായെ പരാജയപ്പെടുത്തി കാബൂൾ പിടിച്ചെടുത്തു. അധികാരം നഷ്ടപ്പെട്ട സമാൻ ഷാ രക്ഷപ്പെടാനായി ശ്രമിക്കുന്നതിനിടയിൽ കോഹിനൂർ വജ്രം താൻ ഒളിച്ചിരുന്ന കോട്ടയുടെ ഭിത്തിയിലെ ഒരു വിടവിൽ ഒളിപ്പിച്ചുവെച്ചു. പക്ഷേ അധികം വൈകാതെ അദ്ദേഹം പിടികെട്ടപ്പെട്ടു. സഹോദരനോട് ഒരു ദയയും കാണിക്കാതിരുന്ന മഹമ്മൂദ് ഷാ ഇനിയൊരിക്കലും സിംഹാസനത്തിൽ കണ്ണുവയ്ക്കാതിരിക്കാൻ സമാൻ ഷായുടെ കണ്ണുകൾ പഴുപ്പിച്ച ഇരുമ്പുദണ്ഡിക കൊണ്ട് കുത്തിപ്പൊട്ടിച്ചു. കോഹിനൂർ കൈവശം വെച്ച മറ്റൊരു ഭരണാധികാരി കൂടി ദുരന്തത്തിലേക്ക് വീണു. പുതിയ ഭരണാധികാരിയായ മഹമ്മൂദ് ഷാ കോഹിനൂറിനായി എല്ലായിടത്തും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. വർഷങ്ങൾക്കു ശേഷം കോട്ടയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഭിത്തിക്കുള്ളിൽ ഒളിപ്പിച്ചുവെച്ച ആ വജ്രം കണ്ടെത്തി മഹമ്മൂദ് ഷായ്ക്ക് നൽകിയത്. എന്നാൽ മഹമ്മൂദ് ഷായുടെ ഭരണവും അധികകാലം നീണ്ടുനിന്നില്ല. മറ്റൊരു സഹോദരനായ ഷാ ഷുജാ ദുറാനി മഹമ്മൂദ് ഷായെ പരാജയപ്പെടുത്തി 1803 അധികാരം പിടിച്ചെടുത്തു. അങ്ങനെ കോഹിനൂർ ഷാ ഷുജിയുടെ കൈകളിലെത്തി. ഷാ ഷുജ ആ വജ്രം തന്റെ കൈവളയിൽ പതിപ്പിച്ച് അണിയാൻ തുടങ്ങി, നാദിർ ഷായെപ്പോലെ. എന്നാൽ കോഹിനൂരിന്റെ ശാപം അദ്ദേഹത്തെയും വെറുതെ വിട്ടില്ല. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട മഹമ്മൂദ് ഷാ വീണ്ടും സൈന്യം സമാഹരിച്ച് തിരിച്ചടിച്ചു. ഷാ ഷൂജ പരാജയപ്പെട്ടു. ജീവനും കൊണ്ടോടിയ ഷാ ഷൂജയ്ക്കും കുടുംബത്തിനും അഫ്ഗാനിസ്ഥാൻ വിടേണ്ടി വന്നു. ആ പലായനത്തിനിടയിലും അദ്ദേഹം കോഹിനൂർ വജ്രം കൂടെ കരുതിയിരുന്നു. പല നാടുകളിൽ അലഞ്ഞുതിരിഞ്ഞ ശേഷം ഒടുവിൽ അഭയം തേടി അദ്ദേഹം എത്തിയത് ഇന്ത്യയിലേക്കാണ്. അക്കാലത്ത് വടക്കേ ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്ന പഞ്ചാബിലെ സിംഹമെന്നറിയപ്പെട്ടിരുന്ന സിഖ് സാമ്രാജ്യത്തിന്റെ അധിപൻ മഹാരാജ രഞ്ജിത് സിംഗിന്റെ അടുത്തേക്ക്. ഷാ ഷൂജയെ രഞ്ജിത് സിംഗ് ലാഹോറിൽ സ്വീകരിച്ച് അഭയം നൽകി. എന്നാൽ ആ അഭയത്തിന് വലിയൊരു വിലയുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ആ വജ്രം കോഹിനൂർ രഞ്ജിത് സിംഗിന്റെ കണ്ണിലുടക്കി. അഭയാർത്ഥിയായി എത്തിയ നിസ്സഹായനായ ഷാ ഷൂജയുടെ കൈവശമുള്ള ആ പ്രകാശത്തിന്റെ പർവ്വതം സ്വന്തമാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. കോഹിനൂറിന്റെ ചരിത്രത്തിലെ അടുത്ത അധ്യായം ലാഹോറിലെ ആ കൊട്ടാരത്തിൽ വെച്ച് എഴുതപ്പെടാൻ പോവുകയായിരുന്നു. ഒരു അഫ്ഗാൻ രാജാവിന്റെ കണ്ണുനീരിന്റെയും ഒരു സിഖ് മഹാരാജാവിന്റെ അഭിലാഷത്തിന്റെയും കഥ. 1813 ലാഹോറിലെത്തിയ ഷാ ഷൂജയെയും കുടുംബത്തെയും മഹാരാജ രഞ്ജിത് സിംഗ് ആദരപൂർവ്വം സ്വീകരിച്ചു. അവർക്ക് താമസിക്കാൻ കൊട്ടാരവും മറ്റു സൗകര്യങ്ങളും ഒരുക്കി നൽകി. എന്നാൽ ഈ ആതിഥ്യത്തിനു പിന്നിൽ രഞ്ജിത് സിംഗിന് വ്യക്തമായൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അത് ഷാ ഷൂജയുടെ കൈവശമുള്ള കോഹിനൂർ വജ്രമായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. രഞ്ജിത് സിംഗ് പലതവണ കോഹിനൂരിനെക്കുറിച്ച് ഷാ ഷൂജയോട് സംസാരിച്ചു. അഫ്ഗാൻ സിംഹാസനം തിരിച്ചുപിടിക്കാൻ സഹായിക്കാമെന്നും അതിനു പകരമായി വജ്രം തനിക്ക് നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ തന്റെ പൂർവികരുടെ അഭിമാനമായിരുന്ന, തന്റെ അവസാനത്തെ ആശ്രയമായിരുന്ന ആ വജ്രം വിട്ടുകൊടുക്കാൻ ഷാ ഷൂജ തയ്യാറായിരുന്നില്ല. അദ്ദേഹം പല ഒഴിവികഴികൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറി. ഷാ ഷൂജയുടെ നിഷേധാത്മകമായ നിലപാട് രഞ്ജിത് സിംഗിനെ ചൊടിപ്പിച്ചു. സൗഹൃദത്തിന്റെ മുഖമൂടി പതിയെ അഴിഞ്ഞുവീണു. ഷാ ഷൂജയെയും കുടുംബത്തെയും വീട്ടുതടങ്കലിലാക്കി.
അവർക്ക് നൽകിയിരുന്ന ഭക്ഷണവും വെള്ളവും പരിമിതപ്പെടുത്തി. ദിവസങ്ങളോളം പട്ടിണി കിടക്കേണ്ടി വന്നപ്പോൾ ഷാ ഷൂജയുടെ ഭാര്യ വഫാ ബീഗം രഞ്ജിത് സിംഗിന് ഒരു സന്ദേശമയച്ചു. എന്റെ ഭർത്താവിനെ മോചിപ്പിച്ച് അദ്ദേഹത്തിന് അഫ്ഗാൻ സിംഹാസനം തിരിച്ചു നൽകിയാൽ കോഹിനൂർ അങ്ങേക്ക് നൽകാം. ഈ വാഗ്ദാനം കേട്ട രഞ്ജിത് സിംഗ് ഉടൻ തന്നെ ഷാ ഷൂജയെയും കുടുംബത്തെയും മോചിപ്പിച്ചു. എന്നാൽ വജ്രം കൈമാറുന്ന കാര്യത്തിൽ ഷാ ഷൂജ വീണ്ടും മടിച്ചുനിന്നു. ഒടുവിൽ മാസങ്ങളുടെ സമ്മർദ്ദത്തിനും പീഡനത്തിനും ശേഷം നിസ്സഹായനായ ഷാ ഷൂജ വഴങ്ങി. 1814 ജൂൺ 1 ലാഹോറിലെ കൊട്ടാരത്തിൽ വച്ച് ആ ചരിത്രപരമായ കൈമാറ്റം നടന്നു. രണ്ടു ഭരണാധികാരികളും പരസ്പരം മുഖാമുഖമിരുന്നു. അന്തരീക്ഷത്തിൽ കനത്ത നിശബ്ദത തളം കെട്ടി. 1 മണിക്കൂറോളം ആരുമൊന്നും സംസാരിച്ചില്ല. ഒടുവിൽ രഞ്ജിത് സിംഗിന്റെ ക്ഷമ നശിച്ചു. അദ്ദേഹം വജ്രത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. ഒരു പരാജയപ്പെട്ട രാജാവിന്റെ എല്ലാ വേദനയോടെയും നിറകണ്ണുകളോടെ ഷാ ഷൂജ ഒരു ചെറിയ തുണിപ്പൊതിയെടുത്ത് രഞ്ജിത് സിംഗിന്റെ മുൻപിലേക്ക് വെച്ചു. രഞ്ജിത് സിംഗ് ആ പൊതിയഴിച്ചു. അതിനുള്ളിൽ ആ പ്രകാശത്തിന്റെ പർവ്വതം കോഹിനൂർ മുഗൾ സാമ്രാജ്യത്തിൽ നിന്നും പേർഷ്യൻ കൈകളിൽ നിന്നും അഫ്ഗാൻ മണ്ണിൽ നിന്നും യാത്ര ചെയ്ത് ഒടുവിൽ സിഖ് സാമ്രാജ്യത്തിന്റെ അധിപന്റെ കൈകളിലെത്തി. വജ്രം കയ്യിൽ കിട്ടിയ രഞ്ജിത് സിംഗ് അത് വ്യാജമാണോ എന്ന് സംശയിച്ചു. അദ്ദേഹം ഉടൻ തന്നെ ലാഹോറിലെ രത്നവ്യാപാരികളെ വിളിച്ചുവരുത്തി അതിന്റെ വില നിർണ്ണയിക്കാൻ ആവശ്യപ്പെട്ടു. അത് യഥാർത്ഥ കോഹിനൂർ തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം രഞ്ജിത് സിംഗിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഷാ ഷൂജയ്ക്ക് 1 ലക്ഷം രൂപ നൽകി. അധികം വൈകാതെ ഷാ ഷൂജ ലാഹോറിൽ നിന്ന് രക്ഷപ്പെട്ട് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ലുധിയാനയിലേക്ക് പലായനം ചെയ്തു. രഞ്ജിത് സിംഗിന്റെ ഭരണകാലത്ത് കോഹിനൂർ സിഖ് സാമ്രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെയും ശക്തിയുടെയും പ്രതീകമായി മാറി. അദ്ദേഹം അത് തന്റെ കൈവളയിൽ പതിപ്പിച്ച് വിശേഷ ദിവസങ്ങളിലും ഉത്സവങ്ങളിലും അണിഞ്ഞു നടന്നു. തന്റെ പ്രിയപ്പെട്ട കുതിരയുടെ നെറ്റിയിൽ പോലും അദ്ദേഹം ചിലപ്പോൾ കോഹിനൂർ കെട്ടിവെച്ച് അതിന്റെ പ്രൗഢി പ്രദർശിപ്പിച്ചിരുന്നു. കോഹിനൂറിന്റെ ശാപം രഞ്ജിത് സിംഗിനെ ബാധിച്ചില്ല എന്നത് ചരിത്രത്തിലെ ഒരു വിരോധാഭാസമായിരിക്കാം. അദ്ദേഹം തന്റെ സാമ്രാജ്യം വികസിപ്പിച്ചു, ശക്തനായ ഒരു ഭരണാധികാരിയായി ജീവിച്ചു. ഒടുവിൽ 1839 വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് സ്വാഭാവിക മരണം. എന്നാൽ തന്റെ അവസാന നാളുകളിൽ രഞ്ജിത് സിംഗ് ഒരുപക്ഷേ ആ ശാപത്തെക്കുറിച്ച് ബോധവാനായിരുന്നിരിക്കാം. മരണക്കിടക്കയിൽ വെച്ച് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അദ്ദേഹം കോഹിനൂർ ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിന് സമർപ്പിക്കാൻ ആംഗ്യം കാണിച്ചു. എന്നാൽ ഖജനാവിന്റെ സൂക്ഷിപ്പുകാരായ മിശ്ര ബേലി റാമിലെപ്പോലുള്ളവർ ആ നിർദ്ദേശം ചെവിക്കൊണ്ടില്ല. കോഹിനൂർ വ്യക്തിപരമായ സ്വത്തല്ല, അത് സിഖ് രാജ്യത്തിന്റെ സ്വത്താണെന്നും അതിനാൽ അത് ഖജനാവിൽ തന്നെ സൂക്ഷിക്കണമെന്നും അവർ വാദിച്ചു. അങ്ങനെ രഞ്ജിത് സിംഗിന്റെ അവസാനത്തെ ആഗ്രഹം നടന്നില്ല. രഞ്ജിത് സിംഗിന്റെ മരണത്തോടെ കോഹിനൂറിന്റെ ശാപം പൂർവാധികം ശക്തിയോടെ സിഖ് സാമ്രാജ്യത്തിൽ തിരിച്ചെത്തി. പഞ്ചാബിലെ സിംഹം പോയതോടെ സാമ്രാജ്യം അക്ഷരാർത്ഥത്തിൽ അനാഥമായി. അധികാരത്തിനു വേണ്ടിയുള്ള വടംവലികളും കൊലപാതകങ്ങളും ഗൂഢാലോചനകളും സിഖ് സാമ്രാജ്യത്തെ ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചു. രഞ്ജിത് സിംഗിന്റെ പിൻഗാമികൾ ഓരോരുത്തരായി കൊല്ലപ്പെടുകയോ സ്ഥാനഭ്രഷ്ടരാക്കപ്പെടുകയോ ചെയ്തു. ആദ്യം അധികാരത്തിലെത്തിയ ഖരക് സിംഗിനെ വിഷം നൽകി കൊലപ്പെടുത്തി. അദ്ദേഹത്തിന്റെ മകൻ നൌനിഹാൽ സിംഗ് പിതാവിന്റെ ശവസംസ്കാര ചടങ്ങിൽ നിന്ന് മടങ്ങിവരുമ്പോൾ കൊട്ടാരത്തിന്റെ കമാനം ഇടിഞ്ഞുവീണ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. തുടർന്ന് അധികാരത്തിലെത്തിയ ഷേർ സിംഗിനെ സ്വന്തം ബന്ധുക്കൾ വെടിവെച്ചു കൊന്നു. കൊട്ടാരം രക്തക്കളമായി. ഈ അരാജകത്വങ്ങൾക്കിടയിൽ കോഹിനൂർ ഖജനാവിൽ നിന്ന് ഖജനാവിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. ഈ സമയത്താണ് ഇന്ത്യയിൽ തങ്ങളുടെ ആധിപത്യമുറപ്പിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കണ്ണുകൾ പഞ്ചാബിലേക്ക് തിരിഞ്ഞത്. സിഖ് സാമ്രാജ്യത്തിന്റെ ആഭ്യന്തര കലഹങ്ങൾ അവർക്ക് പഞ്ചാബ് കീഴടക്കാനുള്ള സുവർണ അവസരമായിരുന്നു. അവരുടെ ലക്ഷ്യം പഞ്ചാബിന്റെ ഫലഭൂഷ്ഠമായ ഭൂമി മാത്രമല്ലായിരുന്നു. അതിലുപരി ലോകപ്രസിദ്ധമായ സിഖ് പരമാധികാരത്തിന്റെ അടയാളമായ കോഹിനൂർ വജ്രം കൂടിയായിരുന്നു. സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത രാജാക്കന്മാരെ വീഴ്ത്തിയ നൂറ്റാണ്ടുകളുടെ ചോരക്കറ പുരണ്ട ആ പ്രകാശത്തിന്റെ പർവ്വതം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായൊരു കൈമാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയായിരുന്നു. സിഖ് സാമ്രാജ്യത്തിലെ ആഭ്യന്തര കലഹങ്ങൾക്കൊടുവിൽ രഞ്ജിത് സിംഗിന്റെ ഏറ്റവും ഇളയ മകനായ ദിലീപ് സിംഗ് തന്റെ 5ാമത്തെ വയസ്സിൽ 1843 മഹാരാജാവായി സ്ഥാനമേറ്റു. പ്രായപൂർത്തിയാകാത്തതിനാൽ അദ്ദേഹത്തിന്റെ അമ്മയായ റാണി ജിന്ദൻ കൗർ റീജന്റായി ഭരണം നടത്തി. ശക്തിയും തന്ത്രശാലിയുമായിരുന്ന റാണി ജിന്ദൻ കൗർ സിഖ് സാമ്രാജ്യത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ബ്രിട്ടീഷുകാരുടെ കുതന്ത്രങ്ങൾക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല.
ബ്രിട്ടീഷുകാർ സിഖ് സാമ്രാജ്യത്വമായി 2 ഘട്ടങ്ങളിൽ യുദ്ധം ചെയ്തു. 1845-46 കാലഘട്ടത്തിലെ ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധത്തിൽ സിഖുകാർക്ക് കനത്ത പരാജയം നേരിടേണ്ടി വന്നു. ബ്രിട്ടീഷുകാർ ലാഹോർ ഉടമ്പടി അടിച്ചേൽപ്പിച്ചു. ഈ ഉടമ്പടി പ്രകാരം പഞ്ചാബിന്റെ വലിയൊരു ഭാഗം ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. കൂടാതെ ബാലനായ മഹാരാജാവ് ദിലീപ് സിംഗിന്റെ ഭരണത്തിൽ സഹായിക്കാനെന്ന പേരിൽ ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ ലാഹോറിൽ നിയമിച്ചു. ഇത് ഫലത്തിൽ സിഖ് സാമ്രാജ്യത്തിന്റെ ഭരണം ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാക്കി. റാണി ജിന്ദനെ ഭരണത്തിൽ നിന്ന് മാറ്റി അവരെ തടവിലാക്കി നാടുകടത്തി. എന്നാൽ സിഖ് ജനത ഈ അപമാനം സഹിക്കാൻ തയ്യാറായിരുന്നില്ല. 1848-ൽ അവർ ബ്രിട്ടീഷുകാർക്കെതിരെ വീണ്ടും ആയുധമെടുത്തു. രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധം ആരംഭിച്ചു. ഗുജറാത്തിലെ യുദ്ധഭൂമിയിൽ വെച്ച് നടന്ന അവസാന പോരാട്ടത്തിൽ സിഖ് സൈന്യം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് ദയനീയമായി പരാജയപ്പെട്ടു. അതോടെ ഒരു കാലത്ത് വടക്കേ ഇന്ത്യ അടക്കിവാണ്ടിരുന്ന മഹാരാജാവ് രഞ്ജിത് സിംഗ് പടുത്തുയർത്തിയ ആ മഹത്തായ സിഖ് സാമ്രാജ്യം പൂർണ്ണമായും ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ അടിയറവു പറഞ്ഞു. 1849 മാർച്ച് 29-ന് ബ്രിട്ടീഷുകാർ ലാഹോർ കൊട്ടാരത്തിൽ വെച്ച് പുതിയ ഉടമ്പടി അവതരിപ്പിച്ചു. ലാഹോർ ഉടമ്പടിയുടെ രണ്ടാം ഭാഗമെന്നറിയപ്പെട്ട ആ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കാൻ 10 വയസ്സുകാരനായ ദിലീപ് സിംഗ് നിർബന്ധിതനായി. ആ ഉടമ്പടിയുടെ മൂന്നാമത്തെ വ്യവസ്ഥ ഇതായിരുന്നു: ലാഹോറിലെ മഹാരാജാവ് രഞ്ജിത് സിംഗ് ഷാ ഷുജാ ഉൽ മുൽക്കിൽ നിന്ന് കൈവശപ്പെടുത്തിയ കോഹിനൂർ എന്ന വജ്രം ലാഹോറിലെ മഹാരാജാവ് സ്വമേധയാ ഇംഗ്ലണ്ടിലെ രാജ്ഞിക്ക് സമർപ്പിക്കേണ്ടതാണ്. നിസ്സഹായനായ ആ ബാലനായ രാജാവിന് ആ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുകയല്ലാതെ മറ്റു വഴിയുണ്ടായിരുന്നില്ല. തന്റെ പിതാവ് ഒരു സാമ്രാജ്യത്തിന്റെ പ്രതീകമായി കണ്ടിരുന്ന, തന്റെ രാജ്യത്തിന്റെ അഭിമാനമായിരുന്ന കോഹിനൂർ വജ്രം ഒരു ഒപ്പിലൂടെ ബ്രിട്ടീഷ് രാജ്ഞിക്ക് അടിയറവ് വയ്ക്കേണ്ടി വന്നു. ആ നിമിഷം സിഖ് സാമ്രാജ്യത്തിന്റെ അവസാനത്തെ പ്രകാശവും അണഞ്ഞുപോയി. കോഹിനൂർ എന്ന പ്രകാശത്തിന്റെ പർവ്വതം അതിന്റെ ചരിത്രത്തിലെ മറ്റൊരു രക്തരൂഷിതമായ അധ്യായം പൂർത്തിയാക്കി പുതിയൊരുടമയെ തേടി പുതിയൊരു സാമ്രാജ്യത്തിലേക്ക് യാത്രയാകാൻ തയ്യാറെടുത്തു. ഇന്ത്യയുടെ അന്നത്തെ ഗവർണർ ജനറലായിരുന്ന ലോർഡ് ഡൽഹൌസിക്കായിരുന്നു കോഹിനൂർ സുരക്ഷിതമായി ലണ്ടനിലെത്തിക്കാനുള്ള ചുമതല. ഈ ദൗത്യം അദ്ദേഹം അതീവ ഗൗരവത്തോടെയാണ് കണ്ടത്. വജ്രം എത്രയും പെട്ടെന്ന് ഇന്ത്യയിൽ നിന്നും മാറ്റണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. കാരണം സിഖുകാർക്കിടയിൽ കോഹിനൂരിനോടുള്ള വൈകാരികമായ അടുപ്പം അദ്ദേഹത്തിനറിയാമായിരുന്നു. അത് തിരിച്ചുപിടിക്കാൻ ഒരു കലാപമുണ്ടാകാനുള്ള സാധ്യത അദ്ദേഹം മുൻകൂട്ടി കണ്ടു. ഡൽഹൌസി വജ്രം ഏറ്റുവാങ്ങാനും ബോംബെ വരെ എത്തിക്കാനുമുള്ള ചുമതല ജോൺ ലോറൻസ് എന്ന ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചു. ജോൺ ലോറൻസ് വജ്രം ഒരു ചെറിയ പെട്ടിയിലാക്കി അത് തന്റെ വസ്ത്രത്തിന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചു. എന്നാൽ തിരക്കിട്ട ഔദ്യോഗിക ജീവിതത്തിനിടയിൽ അദ്ദേഹം ആ വജ്രത്തിന്റെ കാര്യം മറന്നുപോയി. ആഴ്ചകൾക്ക് ശേഷം ഡൽഹൌസിയിൽ നിന്ന് വജ്രം എവിടെയെന്ന അന്വേഷണം വന്നപ്പോഴാണ് ലോറൻസ് ഞെട്ടലോടെ ആ കാര്യമോർത്തത്. അദ്ദേഹം പരിഭ്രാന്തനായി വീട്ടിലേക്കോടി. തന്റെ ഭൃത്യനോട് പഴയ കോട്ടെവിടെയെന്ന് ചോദിച്ചു. ഭൃത്യൻ പറഞ്ഞു, അത് കഴുകാനായി വച്ചിരിക്കുകയാണ്. ഭാഗ്യവശാൽ കോട്ട് കഴുകുന്നതിന് തൊട്ടുമുൻപ് പോക്കറ്റിൽ നിന്ന് ആ ചെറിയ പെട്ടി ഭൃത്യന് കിട്ടിയിരുന്നു. അയാൾ അത് തന്റെ പെട്ടിയിൽ സൂക്ഷിച്ചു വച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വജ്രം ഒരു സാധാരണ ഭൃത്യന്റെ പെട്ടിയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടത് ചരിത്രത്തിലെ മറ്റൊരു വിചിത്രമായ ഏടായി. ഈ സംഭവത്തിനു ശേഷം ഡൽഹൌസി കാര്യങ്ങൾ കൂടുതൽ കർശനമാക്കി. വജ്രം അതീവ സുരക്ഷയോടെ ബോംബെയിലെത്തിച്ചു. അവിടെ നിന്ന് ലണ്ടനിലേക്ക് അയക്കുന്നതിനായി HMS മീഡിയ എന്ന യുദ്ധക്കപ്പൽ തയ്യാറാക്കി നിർത്തി. 1850 ഏപ്രിൽ 6-ന് അതീവ രഹസ്യം കോഹിനൂർ വഹിച്ചുകൊണ്ടുള്ള HMS മീഡിയ എന്ന കപ്പൽ ബോംബെ തുറമുഖം വിട്ടു. കപ്പലിലെ ക്യാപ്റ്റനും ഏതാനും ഉയർന്ന ഉദ്യോഗസ്ഥർക്കും മാത്രമേ ആ ഇരുമ്പ് പെട്ടിക്കുള്ളിൽ എന്താണെന്നറിയാമായിരുന്നുള്ളൂ. യാത്ര ഒട്ടും സുഗമമായിരുന്നില്ല. കപ്പൽ യാത്രയാരംഭിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കപ്പലിലെ ജീവനക്കാർക്കിടയിൽ കോളറ പടർന്നു പിടിച്ചു. നിരവധി പേർ മരിച്ചു. കപ്പൽ മൗറീഷ്യസ് ദ്വീപിൽ സഹായത്തിനായി നങ്കൂരമിട്ടപ്പോൾ അവിടെയുള്ളവർ കോളറ ഭയന്ന് അവരെ അടുപ്പിച്ചില്ല. ദിവസങ്ങളോളം തീരത്ത് കാത്തുകിടക്കേണ്ടി വന്നു. അതിനുശേഷം യാത്ര പുനരാരംഭിച്ചപ്പോൾ കപ്പൽ ഒരു വലിയ കൊടുങ്കാറ്റിലകപ്പെട്ടു. 12 മണിക്കൂറോളം കപ്പൽ കടലിൽ ആടിയുലഞ്ഞു. കപ്പൽ മുങ്ങിപ്പോകുമെന്ന് എല്ലാവരും ഭയപ്പെട്ടു. കോഹിനൂരിന്റെ ശാപം കപ്പലിനെയും പിന്തുടരുന്നുവെന്ന് നാവികരടക്കം പറയാൻ തുടങ്ങി. എന്നാൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഏകദേശം 3 മാസത്തെ ദുരിതപൂർണമായ യാത്രയ്ക്ക് ശേഷം 1850 ജൂലൈ 3-ന് HMS മീഡിയ എന്ന കപ്പൽ
ഇംഗ്ലണ്ടിലെ പോർട്സ്മൂത്ത് കമമുഖത്ത് സുരക്ഷിതമായി നങ്കൂരമിട്ടു. ഇന്ത്യൻ മണ്ണിൽ നിന്ന് യാത്ര തിരിച്ച പ്രകാശത്തിന്റെ പർവ്വതം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഹൃദയത്തിലേക്ക് എത്തിച്ചേർന്നു. ലണ്ടനിലെത്തിയ കോഹിനൂർ ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും ചേർന്ന് ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ വെച്ച് വിക്ടോറിയ രാജ്ഞിക്ക് ഔദ്യോഗികമായി സമർപ്പിച്ചു. നൂറ്റാണ്ടുകളുടെ ചരിത്രവും നിരവധി സാമ്രാജ്യങ്ങളുടെ ഉയർച്ചയും താഴ്ചയും കണ്ട എണ്ണിനത്ര ജീവനുകൾ നഷ്ടപ്പെടാൻ കാരണമായ ആ വജ്രം ഒടുവിൽ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപയുടെ കയ്യിലെത്തി. എന്നാൽ കോഹിനൂർ ആദ്യമായി കണ്ടപ്പോൾ രാജ്ഞിക്ക് ചെറിയൊരു നിരാശയുണ്ടായി. ഷാജഹാന്റെ കാലത്ത് ഹൊർട്ടൻസിയോ ബോർജിയോ നടത്തിയ മിനുക്കുപണിയിലെ പിശകുകൾ കാരണം വജ്രത്തിന് പ്രതീക്ഷിച്ചത്ര തിളക്കമോ പ്രഭയോ ഉണ്ടായിരുന്നില്ല. അതൊരു സാധാരണ സ്ഫടികക്കഷ്ണം പോലെയാണ് രാജ്ഞിക്ക് തോന്നിയത്. ഈ സമയത്താണ് രാജ്ഞിയുടെ ഭർത്താവായ ആൽബർട്ട് രാജകുമാരൻ ഒരു നിർദ്ദേശം മുന്നോട്ടുവച്ചത്. കോഹിനൂർ യൂറോപ്യൻ സ്റ്റൈലിൽ വീണ്ടും മുറിച്ചു മിനുക്കിയാൽ അതിന്റെ പ്രഭ വർദ്ധിപ്പിക്കാം. ഈ നിർദ്ദേശം വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചു. വജ്രം വീണ്ടും മുറിക്കുന്നത് അതിന്റെ ചരിത്രാപരമായ മൂല്യം കുറയ്ക്കുമെന്ന് പലരും വാദിച്ചു. എന്നാൽ ആൽബർട്ട് രാജകുമാരൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. അദ്ദേഹം നെതർലാൻഡ്സിൽ നിന്നുള്ള വിദഗ്ധരായ രത്നവ്യാപാരികളെ ലണ്ടനിലേക്ക് വിളിച്ചുവരുത്തി. 38 ദിവസം നീണ്ട കഠിനാധ്വാനത്തിന് അവശേഷം കോഹിനൂർ വീണ്ടും മുറിച്ചു മിനുക്കി. ഈ പ്രക്രിയയിൽ അതിന്റെ ഭാരം വീണ്ടും കുറഞ്ഞു. 186 കാരറ്റ് ഉണ്ടായിരുന്ന വജ്രം 105.6 കാരറ്റായി ചുരുങ്ങി. ഭാരം കുറഞ്ഞെങ്കിലും അതിന്റെ തിളക്കവും പ്രഭയും അവിശ്വസനീയമായ വിധം വർദ്ധിച്ചു. ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് കോഹിനൂർ മാറിയത് ഈ മിനുക്കുപണിക്ക് 1851 ലണ്ടനിലെ ഹൈഡ് പാർക്കിൽ വെച്ച് നടന്ന ഗ്രേറ്റ് എക്സിബിഷൻ എന്ന ലോകമേളയിൽ കോഹിനൂർ ആദ്യമായി പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ശക്തിയും ഇന്ത്യയ്ക്കുമേലുള്ള അവരുടെ വിജയവും ലോകത്തെ കാണിക്കാനുള്ള ഒരവസരമായിട്ടാണ് ബ്രിട്ടൻ ഈ പ്രദർശനത്തെ കണ്ടത്. ലക്ഷക്കണക്കിന് ആളുകൾ ആ പ്രകാശത്തിന്റെ പർവ്വതം കാണാനായി ഒഴുകിയെത്തി. എന്നാൽ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ പ്രതീക്ഷിച്ചതുപോലൊരാവേശമായിരുന്നില്ല ജനങ്ങളിൽ നിന്നുണ്ടായത്. പലരും അതിന്റെ വലിപ്പത്തിൽ നിരാശ പ്രകടിപ്പിച്ചു. ദി ടൈംസ് പത്രം എഴുതിയത്, പ്രകാശത്തിന്റെ പർവ്വതം എന്ന് കേട്ടുവന്നവർക്ക് ഒരു ചെറിയ കുന്നിൻ കഷ്ണം കണ്ട പ്രതീതിയായിരുന്നു എന്നാണ്. പൊതുജനങ്ങളുടെ ഈ പ്രതികരണം കൂടി കണക്കിലെടുത്താണ് ആൽബർട്ട് രാജകുമാരൻ വജ്രം വീണ്ടും മിനുക്കാൻ തീരുമാനിച്ചത്. മിനുക്കുപണിക്ക് ശേഷം അതിന്റെ തിളക്കം വർദ്ധിച്ചതോടെ കോഹിനൂർ ബ്രിട്ടീഷ് രാജവംശത്തിന്റെ കിരീടത്തിലെ അവിഭാജ്യ ഘടകമായി മാറി. കോഹിനൂർ കൈവശം വയ്ക്കുന്ന പുരുഷന്മാർക്ക് ദുർഗതിയുണ്ടാകുമെന്ന ശാപകഥ ബ്രിട്ടീഷ് രാജകുടുംബവും കണക്കിലെടുത്തു. അതുകൊണ്ടുതന്നെ വിക്ടോറിയ രാജ്ഞിക്ക് ശേഷം വന്ന ഒരു രാജാവും കോഹിനൂർ പതിച്ച കിരീടം ധരിച്ചില്ല. പകരം രാജ്ഞിമാർക്കും രാജപത്നിമാർക്കും മാത്രമായി അത് പരിമിതപ്പെടുത്തി. ആദ്യം വിക്ടോറിയ രാജ്ഞി തനിക്കായി നിർമ്മിച്ച ഒരു കിരീടത്തിൽ കോഹിനൂർ പതിപ്പിച്ചു. പിന്നീട് 1902 എഡ്വേർഡ് ഏഴാമൻ രാജാവിന്റെ സ്ഥാനാരോഹണ സമയത്ത് അദ്ദേഹത്തിന്റെ പത്നിയായ അലക്സാന്ദ്ര രാജ്ഞിക്കു വേണ്ടി നിർമ്മിച്ച കിരീടത്തിലേക്ക് അത് മാറ്റി. 1911 ജോർജ് അഞ്ചാമൻ രാജാവിന്റെ പത്നി മേരി രാജ്ഞിയുടെ കിരീടത്തിലും കോഹിനൂർ ഇടം പിടിച്ചു. അവസാനമായി 1937 ജോർജ് ആറാമൻ രാജാവിന്റെ സ്ഥാനാരോഹണവേളയിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും പിന്നീട് ക്വീൻ മദർ എന്നറിയപ്പെട്ടവരുമായ എലിസബത്ത് രാജ്ഞിക്കായി നിർമ്മിച്ച കിരീടത്തിന്റെ മുൻഭാഗത്ത് കോഹിനൂർ സ്ഥാപിക്കപ്പെട്ടു. ഇന്നും ആ കിരീടത്തിലാണ് കോഹിനൂർ നിലകൊള്ളുന്നത്. ലണ്ടൻ ടവറിലെ ക്രൗൺ ജ്വൽ ശേഖരത്തിൽ ലോകമെമ്പാടുമുള്ള സന്ദർശകർക്ക് മുന്നിൽ അത് പ്രദർശനത്തിന് വച്ചിരിക്കുന്നു. അതേസമയം കോഹിനൂർ നഷ്ടപ്പെട്ട അതിന്റെ അവസാനത്തെ ഇന്ത്യൻ അവകാശിയായ മഹാരാജാവ് ദിലീപ് സിംഗിന്റെ ജീവിതം ദുരന്തപൂർണമായിരുന്നു. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പ്രഭുവിനെപ്പോലെ വളർന്നു. ക്രിസ്തുമതം സ്വീകരിച്ചു. വിക്ടോറിയ രാജ്ഞിയുടെ പ്രിയപ്പെട്ടവനുമായി മാറി. എന്നാൽ പ്രായപൂർത്തിയായപ്പോൾ തനിക്ക് നഷ്ടപ്പെട്ട സാമ്രാജ്യത്തെക്കുറിച്ചും തന്റെ പൈതൃകത്തെക്കുറിച്ചും അദ്ദേഹം ബോധവാനായി. തന്റെ അമ്മ റാണി ജിന്ദനുമായി വീണ്ടും ഒന്നിച്ചതോടെ അദ്ദേഹം സിഖുമതത്തിലേക്ക് തിരികെ വന്നു. തനിക്ക് ചതിയിലൂടെ നഷ്ടപ്പെട്ട കോഹിനൂർ വജ്രവും പഞ്ചാബ് സാമ്രാജ്യവും തിരിച്ചുപിടിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനായി അദ്ദേഹം ബ്രിട്ടീഷ് സർക്കാരിനെതിരെ നിയമപരമായും രാഷ്ട്രീയമായും പോരാടാൻ ശ്രമിച്ചു.
റഷ്യയുടെയും ഫ്രാൻസിന്റെയും സഹായം തേടി. എന്നാൽ അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. അവസാനം പാരീസിലെ ഒരു ഹോട്ടൽ മുറിയിൽ ദാരിദ്ര്യത്തിലും ഏകാന്തതയിലും 1893 അദ്ദേഹം അന്തരിച്ചു. കോഹിനൂർ കൈവശം വെച്ച അവസാനത്തെ ഇന്ത്യൻ രാജാവിന്റെ ജീവിതം അങ്ങനെ ഒരു ദുരന്ത നാടകമായി അവസാനിച്ചു. ഇന്ന് കോഹിനൂർ കേവലം ഒരു വജ്രമല്ല, അത് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു തർക്കവിഷയമാണ്. ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ എന്നീ രാജ്യങ്ങൾ കോഹിനൂറിനുമേൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു ശേഷം 1947-ലും 1953-ലും ഇന്ത്യൻ ഗവൺമെന്റ് കോഹിനൂർ തിരികെ നൽകണമെന്ന് ബ്രിട്ടനോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു. എന്നാൽ ചരിത്രപരമായ ഉടമസ്ഥാവകാശം സങ്കീർണമാണെന്നും അത് ലാഹോർ ഉടമ്പടി പ്രകാരം നിയമപരമായി കൈമാറ്റം ചെയ്യപ്പെട്ടതാണെന്നും വാദിച്ച് ബ്രിട്ടൻ ആ ആവശ്യം നിരസിച്ചു. പാകിസ്ഥാൻ പറയുന്നത് ലാഹോർ ഉടമ്പടി നടന്നത് ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമായ പഞ്ചാബിൽ വെച്ചാണ്, അതുകൊണ്ട് അതിന്റെ യഥാർത്ഥ അവകാശികൾ തങ്ങളാണെന്നാണ്. അഫ്ഗാനിസ്ഥാനോ തങ്ങളുടെ രാജാവായിരുന്ന ഷാ ഷുജായിൽ നിന്ന് നിർബന്ധപൂർവം പിടിച്ചെടുത്തതാണ് വജ്രമെന്ന് വാദിക്കുകയും ചെയ്യുന്നു. ഇറാനാകട്ടെ നാദിർ ഷാ കൊള്ളയടിച്ച സ്വത്തിന്റെ ഭാഗമാണ് കോഹിനൂർ എന്ന നിലയിൽ അവകാശവാദമുന്നയിക്കുന്നു. എന്നാൽ ബ്രിട്ടീഷ് സർക്കാർ ഈ അവകാശവാദങ്ങളെല്ലാം തള്ളിക്കളയുന്നു. കോഹിനൂർ ബ്രിട്ടന്റെ ചരിത്രത്തിന്റെ ഭാഗമാണെന്നും അത് തിരികെ നൽകുന്നത് ലോകമെമ്പാടുമുള്ള മ്യൂസിയങ്ങളിൽ സമാനമായ ആവശ്യങ്ങൾ ഉയരാൻ കാരണമാകുമെന്നും അവർ ഭയപ്പെടുന്നു. ഒരു കൽക്കരി ഖനിയിൽ നിന്ന് കണ്ടെത്തിയ ഒരു സാധാരണ കല്ല് നൂറ്റാണ്ടുകളിലൂടെ എത്രയെത്ര കൈകളിലൂടെയാണ് കടന്നുപോയത്. കാകതീയ രാജാക്കന്മാരുടെ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ കണ്ണായി, ഡൽഹി സുൽത്താൻമാരുടെ ഖജനാവിലെ നിധിയായി, മുഗൾ ചക്രവർത്തിമാരുടെ മയൂരസിംഹാസനത്തിലെ തിളക്കമായി, പേർഷ്യൻ രാജാവിന്റെ കൈവളയിലെ അഹങ്കാരമായി, അഫ്ഗാൻ അമീറിന്റെ കിരീടത്തിലെ പ്രകാശമായി, സിഖ് മഹാരാജാവിന്റെ അധികാരചിഹ്നമായി, ഒടുവിൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ കിരീടത്തിലെ അമൂല്യരത്നമായി അത് മാറി. ഓരോ കൈമാറ്റത്തിലും രക്തം പുരണ്ടു. ഓരോ ഭരണാധികാരിയുടെയും കഥകളിൽ ശാപത്തിന്റെ നിഴൽ വീണു. ഇന്ന് ലണ്ടൻ ടവറിലെ സുരക്ഷാ കവചത്തിനുള്ളിലിരുന്ന് അത് തിളങ്ങുമ്പോൾ ആ പ്രകാശത്തിനു പിന്നിൽ മറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ നഷ്ടപ്പെട്ട അഭിമാനത്തിന്റെ കഥയാണ്. സാമ്രാജ്യങ്ങളുടെ കൊള്ളയുടെ ചരിത്രമാണ്. എണ്ണമറ്റ മനുഷ്യരുടെ കണ്ണീരിന്റെയും ശാപത്തിന്റെയും ഓർമ്മകളാണ്. ഒരുപക്ഷേ അത് തിരികെ അതിന്റെ ജന്മനാട്ടിലെത്തുന്നതുവരെ ആ പ്രകാശത്തിന് പൂർണ്ണതയുണ്ടാവില്ല. ആ യാത്രയുടെ അവസാന അധ്യായം ഇനിയും എഴുതപ്പെടാനിരിക്കുന്നതേയുള്ളൂ.